കൊല്ലം അഞ്ചാലുംമൂട് തൃക്കടവൂർ കുരീപ്പുഴയിലെ കൊല്ലപ്പണിക്കാരനായ രാജനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തനാണ് ഈ മനുഷ്യൻ. വിശ്വകർമ്മ സമുദായത്തിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് കൊല്ലന്മാർ. പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ ഈ തൊഴിൽ ചെയ്യാൻ ഇന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. പുതിയ തലമുറയിൽപ്പെട്ടവർ തൊഴിലിൽ ഏർപ്പെടുന്നില്ല എന്നാണ് രാജൻ പറയുന്നത്. ആലയിലെ ചുട്ടുപൊള്ളുന്ന തീക്കനലിൽ കാച്ചിയെടുത്ത് പിന്നെ അത് അടിച്ച് പരത്തിയാണ് നിർമ്മാണ സാമഗ്രികൾ തയ്യാറാക്കുന്നത്. സൂക്ഷ്മതയും സമയദൈർഘ്യവും ഏറെ പ്രധാനമാണ്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും തൊഴിൽ ചെയ്യുവാനുള്ള ആലകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം വിരലിൽ എണ്ണാവുന്നത് മാത്രമായി കഴിഞ്ഞിരിക്കുന്നു. ഈ തൊഴിൽ കൊണ്ട് ഈ കാലയളവിൽ വലിയ വരുമാന മാർഗമായി കാണുവാനും കഴിയില്ല. തലമുറകളിൽ നിന്ന് കൈമാറി കിട്ടിയ തൊഴിൽ സമ്പ്രദായം തുടർന്നു കൊണ്ടുപോകുകയാണ് രാജനെ പോലെയുള്ള കൊല്ലപ്പണിക്കാർ. ആറടി പറഞ്ഞു. എൻ്റെ പേര് രാജൻ. തൃക്കടവൂർ കുരീപ്പുഴ, അഞ്ചാലുംമൂട് തൃക്കടവൂർ കുരീപ്പുഴയിലാണ് എൻ്റെ വീട്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ സമുദായത്തിൽപ്പെട്ട ബ്ലാക്ക് സ്മിത്ത് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. പഴയ ഇരുമ്പ്, കത്താള്, പിന്നെ ഓടാലി, പിച്ചാത്തി, ഇങ്ങനെയുള്ള പണികൾ റിപ്പയറുകളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതിയ കത്താള്, പിച്ചാത്തി ഇന്നതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് ചെറിയ ചില്ലറ വെൽഡിങ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനാണ്ട് വേറെ ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങ് ഇങ്ങും. നമ്മളിവിടെ ചെറിയ തോതിലൊന്ന് തുടങ്ങി അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വലിയ നേട്ടമൊന്നുമില്ല. പിന്നെ നമുക്ക് വല്ല ജീവിച്ചു പോകാനുള്ള ചില്ലറ പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കാലം കഴിഞ്ഞു പോകുന്നത്. ചേട്ടാ എത്ര കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട്? നമ്മളതൊരു ഇപ്പോൾ ഒരു 10-25 വർഷം കൊണ്ടായി പണിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ സമുദായത്തിൽ പുതിയ തലമുറ ഇതിനോട് താല്പര്യപ്പെടുന്നുണ്ടോ ചെയ്യാൻ? ഇപ്പം പുതിയ തലമുറയൊക്കെ വളരെ കുറവാണ്. നമ്മളെപ്പോലെ 1-2 പേര് അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാരൊന്നുമില്ല ഇതിനകത്തോട്ട് ശ്രദ്ധ തിരിച്ചു പോകുന്നതിന്. ഈ ഒരു വരുമാനം കൊണ്ട് കുടുംബം കഴിയാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. ഈ വരുമാനം കൊണ്ട് കുടുംബം കഴിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചു പോകുന്നു. ഇതൊരു കത്താള് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെലവുകൾ വരുന്നുണ്ട്? കത്താളൊക്കെ നമ്മളെ ഒരു കത്താളൊക്കെ പണിഞ്ഞു കൊടുത്താൽ അങ്ങേറ്റം പോയ ഒരു 10-2000 രൂപ കിട്ടത്തുള്ളൂ പുതിയത് പണിഞ്ഞു കൊടുത്താൽ. നിങ്ങൾക്ക് ചെലവുകൾ എന്താ അതിനകത്ത് വരുന്നത്? ചെലവ് ഒരു 500-600 രൂപ അതിനകത്ത് ചെലവ് വരുന്നുണ്ട്. ബാക്കി ലേബർ ചാർജാണ് കിട്ടുന്നത്. ഈ സർക്കാരുകളിൽ നിന്ന് അങ്ങനെ പെൻഷനോ അങ്ങനെ ഇനി സമുദായത്തിൽ വല്ലതും ഉണ്ടായിട്ടുണ്ട്? ഏത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ നമ്മളതിനകത്ത് പോയിട്ടുമില്ല. സർക്കാരിൻ്റെ എല്ലാം കിട്ടുമെന്നുള്ള അന്വേഷിച്ച് പോയിട്ടുമില്ല. അപ്പം ഈ ഒരു ഇതുകൊണ്ട് മതി മതി മതി